ഫ്രീ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് വേണോ? നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാലേ മച്ചന്മാരെ, നമ്മൾ മുമ്പ് ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ടോപ്പ് ഫോളോ എന്ന് പറഞ്ഞിട്ട്. അതേപോലെയുള്ള ഒരു പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട്. ഈ ആപ്പ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 100% സേഫ് ആണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനി മുതൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ഫോളോസ് ലൈക്സ് ഒക്കെ കൂട്ടാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ മുമ്പായിട്ട് മച്ചാന്മാരെ, നമ്മൾ 40,000 സബ്സ്ക്രൈബ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മച്ചാന്മാരെ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചാനൽ. പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട് ഈ വെബ്സൈറ്റ് വഴിയൊക്കെ ഫോളോസ് കിട്ടുമ്പോൾ കുറയുന്നുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ചില ഫേക്ക് അക്കൗണ്ടുകൾ ബ്ലോക്കായി പോകുന്നതിനാലാണ് നമുക്ക് ഫോളോവർ കുറയുന്നത്. അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മാക്സിമം ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇൻസ്റ്റാഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന പുതിയ ആപ്പ് ഇതാണ്. ഇത് ഇപ്പോൾ അങ്ങോട്ട് വന്നതേ ഉള്ളൂ മച്ചന്മാരെ. എന്ന് വെച്ചാൽ വേറെ ലെവൽ സാധനം, ഒന്നും പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് ഫോളോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോസ് കിട്ടുന്ന ഹെവി ആപ്പാണ്. അപ്പോൾ അതേപോലെയൊക്കെ വരുന്ന ഒരു ആ ഫീൽഡ് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഫോളോവേഴ്സ് കിട്ടാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ലക്ഷറി ഫോളോസ് എന്നാണ് ആപ്പിൻ്റെ പേര് തന്നെ. അത് തന്നെ കേട്ട് നോക്ക്. ഓക്കെ, UK ഉള്ള ഒരു വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഗൈസ്. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് കണ്ടില്ലേ, ഒരു ലോഡായി വരുന്ന ഒരു ഇൻ്റർഫേസ് ഒക്കെ കണ്ടില്ലേ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ആപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടേണ്ടേ മച്ചന്മാരെ. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് കടക്കാം മച്ചന്മാരെ. ഓക്കെ, അന്നേരം മച്ചന്മാരെ, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇല്ലേ മച്ചന്മാരെ, അതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലല്ല, കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും മച്ചന്മാരെ. അപ്പോൾ ഇവിടെ ഒരു പരസ്യം കാണാൻ സാധിക്കും. ഇതാണ് ആ പരസ്യം. ഇത് കണ്ടോ, 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്കൊക്കെ നമുക്ക് ഫോളോവേഴ്സ്, ലൈക്സ്, വ്യൂസ് ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണത്. അതെന്തുവാണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ തന്നെ വാച്ച് നൗ എന്നുണ്ട് മച്ചന്മാർ. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തന്നെ യൂട്യൂബിൽ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. മലയാളിക്കാരിറക്കിയ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഈ 1 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ ഫോളോസ് വാങ്ങാൻ പറ്റുന്നത്. ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് കണ്ടുകൊണ്ട് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്രീ ഫോളോവേഴ്സ് എങ്ങനെ, അതായത് ഈ ഒരു ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് പരിചയപ്പെടാം. അതിനായിട്ട് മേളിൽ തന്നെ ഓപ്പൺ വെബ്സൈറ്റ് എന്നൊരു ബ്ലാക്ക് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് യൂട്യൂബ് ഓപ്പൺ ആയി വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ട് സൈഡിൽ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്ത് ശേഷം നിങ്ങൾ വായിൽ എന്തൊക്കെ കയറിപ്പോയി തുപ്പിക്കളഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. എന്നിട്ട് ഈ 2 ചാനൽ, ഇവിടെ ഒരു 3 ചാനലുണ്ട്. ജസ്റ്റ് അത് 3 സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ ചാനൽ എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ, അൺലിമിറ്റഡ് ഇൻസ്റ്റാഗ്രാം ഫോളോസിൻ്റെ വീഡിയോകൾ വരുന്ന ചാനലാണ്. അപ്പോൾ ഇതെല്ലാം സബ് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരിക. എന്നിട്ട് നമ്മളിവിടെ ഗോ ടു വെബ്സൈറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് ലോഡായി വരും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് APK ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് APK ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതാണ് ഇവിടെ പ്ലേ സ്റ്റോറിൻ്റെ പടം ഉണ്ടല്ലോ, ഗൂഗിൾ പ്ലേ. അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ടും ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആപ്പ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള പരിചയപ്പെടാം. ഇനി മച്ചന്മാരെ, നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ലോഡിങ് ആവുന്നുണ്ട് ഗൈസ്. ലോഡിങ് ആയതിനു ശേഷം വരുന്നത് ഇങ്ങനത്തെ ഒരു പേജിലേക്ക് ലോഡായി എത്തുന്നതാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി തന്നെ വരുമ്പോൾ തന്നെ ഇവിടെ ചോദിക്കുന്നത് എന്താണ്, 2 ബോക്സ് എന്താണ്, ഇൻസ്റ്റഗ്രാം യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മച്ചന്മാരെ, നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മളിവിടെ ഒരിക്കലും ലോഗിൻ ചെയ്യാൻ പാടില്ല. നമുക്ക് ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് നമുക്ക് ഫോളോസ് കൂട്ടാം. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിലേക്ക് ഫോളോസ് കൂട്ടാൻ പറ്റും. അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു ഫേക്ക് ID ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ടിൽ ഒരു പ്രൊഫൈൽ വിടുക, 3 പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് വേണം ഇവിടെ ലോഗിൻ ചെയ്യാൻ. ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ പുതിയ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ യൂട്യൂബിൽ ധാരാളം വീഡിയോ ഉണ്ട്, അത് കണ്ടുകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. അമ്മു_7 കൊല്ലം, അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്യട്ടെ. ഓക്കെ മച്ചന്മാരെ, ഞാൻ അങ്ങനെ എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം നമ്മൾ ഏറ്റവും താഴെ തന്നെ കാണുന്ന ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ലോഗിൻ എന്നുള്ള ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം മച്ചന്മാരെ ലോഗിൻ ആകാൻ വേണ്ടി.
അന്നേരം മച്ചന്മാരെ ഇതേപോലത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്തോ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ മച്ചന്മാരെ, അത് ചിലപ്പോൾ ഈ ടെമ്പ് മെയിൽ എന്ന് പറയുന്ന അതൊക്കെ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ വെച്ചിട്ടായിരിക്കാം. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എൻ്റെ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് ഫേക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്, അതായത് OTP അടിച്ച് വെരിഫൈ ചെയ്യണം നമ്മൾ ഈ ആപ്പിനകത്ത്. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരു സെക്യൂരിറ്റിയാണ്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇമെയിൽ ഇവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സെൻഡ് ബട്ടൺ, ഓക്കെ. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, OTP നമ്മുടെ മെയിലിലേക്ക് വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മച്ചന്മാരെ എനിക്ക് ആ ഒരു OTP ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു ഗൈസ്. ഓക്കെ, അതിന് ശേഷം ഞാൻ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ അത് നമ്മൾ കൺഫേം ആക്കിയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ ആപ്പിലേക്ക് ഓപ്പൺ ആയി ലഭിക്കുന്നതാണ്. നമ്മൾ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആക്കിയപ്പോൾ ഫേക്ക് അക്കൗണ്ടിൻ്റെ ഒരു സെക്യൂരിറ്റി ഓപ്ഷൻ വന്ന്, അതായത് നമ്മൾ ഈ ഫേക്ക് അക്കൗണ്ട് ഏത് ഇമെയിൽ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് ആ മെയിലിലേക്ക് OTP വരും, അത് വെരിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഗിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. 38%, 42%, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ അടുത്തൊരു സെക്യൂരിറ്റി ഓപ്ഷൻ വരും. അത് നമ്മൾ റോബോട്ടാണോ മനുഷ്യരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഈ കാറിൻ്റെ പകുതി മുറി ഭാഗം അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ടുണ്ട്, അത് കറക്റ്റ് ലെവലാക്കി വെക്കുക. അപ്പോൾ ഞാനത് ലെവലാക്കി വെക്കുകയാണ്. നമ്മളവിടെ പിടിച്ചുകൊണ്ട് തന്നെ കാറിൻ്റെ സൈഡ് വശം ഞാനിവിടെ കൊണ്ട് ലെവലാക്കി ശേഷം ഞാൻ അടുത്ത കാറിൻ്റെ പകുതി മേളിൽ കൊണ്ട് വെക്കുന്നു. കറക്റ്റ് ലെവലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ശേഷം വെരിഫൈ കൊടുക്കുക. ആ സെക്യൂരിറ്റി ഓപ്ഷൻ ഡൺ ആക്കി ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ആക്കാം. അങ്ങനെ നമ്മുടെ ആപ്പ് നമുക്കിവിടെ ലോഗിനായി ലഭിച്ചിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ ഫ്രീ ആയിട്ട് കോയിൻസ് ലഭിക്കും, അതിനുള്ള റെഫറൽ കോഡുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ആപ്പിൽ നിന്ന് ഫോളോവേഴ്സ് കയറുന്ന പ്രൂഫ് എനിക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ഇൻസ്റ്റാഗ്രാം എൻ്റെ വീഡിയോയിൽ കാണിച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും മച്ചാന്മാരെ. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വർക്കിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും വെബ്സൈറ്റുകളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നത്, നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ആപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഏറ്റവും താഴെ തന്നെ കാണാൻ സാധിക്കും ടാസ്ക് എന്നൊരു സെക്ഷൻ ഉണ്ടല്ലോ അല്ലേ. ഇപ്പം നമ്മൾ ടാസ്ക് സെക്ഷനിലാണ് കിടക്കുന്നത്. ടാസ്ക് സെക്ഷൻ വഴി നമ്മൾ കോയിൻ കളക്ട് ചെയ്യുന്നു. ആ കോയിൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോളോസ് ലൈക്സ് എല്ലാം കൂട്ടുന്നത്. ടാസ്ക് സെക്ഷൻ വഴി എന്താണ് കൂട്ടേണ്ടത്, കോയിൻസ് ആണ് കൂട്ടേണ്ടത്. എന്തിനു വേണ്ടിയാണ് കോയിൻ കൂട്ടുന്നത്, ഫോളോസ് ലൈക്സ് ഇൻസ്റ്റാഗ്രാമിൽ കൂട്ടാൻ വേണ്ടി. ഓക്കെ, ഇനി നമ്മൾ കോയിൻ കളക്ട് ചെയ്തതിന് ശേഷം ഫോളോസ് ലൈക്സ് എവിടുന്ന് ഓർഡർ ചെയ്യാം, ഇവിടെ കാണാൻ സാധിക്കും ലൈക്സ് എന്ന് കാണാൻ സാധിക്കും, ഫോളോവർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ 10 ഫോളോവറിന് ഇത്ര കോയിൻ ആയിരിക്കും, 40 ഫോളോവറിന് ഇത്ര കോയിൻ ആയിരിക്കും, അങ്ങനെയാണ്. ഓക്കെ, അന്നേരം മച്ചന്മാരെ നമുക്ക് കോയിൻ കളക്ട് ചെയ്യുന്നത് പഠിക്കുക. എന്നിട്ട് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ഫോളോസിനെ കൂട്ടുക എന്നുള്ളത് പരിചയപ്പെടാം. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഇവിടെ നമ്മൾ ടാസ്ക് എന്നുള്ള സെക്ഷനിലാണ് നിൽക്കുന്നത്. നമ്മളപ്പോൾ അതാണ് ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഈ ഒരു ബട്ടൺ കണ്ടോ, എനിക്ക് ഈ ഇതൊന്ന് പച്ചയാക്കട്ടെ. അപ്പോൾ അതാണ്ട് ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ കണ്ടോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മളിതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിനകത്ത് ടാസ്കിനകത്ത് ആഡ് ചെയ്തിട്ടേക്കുന്ന അക്കൗണ്ടിലേക്കൊക്കെ ഫോളോ പോകും. അതിന് പകരം നമുക്ക് കോയിൻ കിട്ടും. ആ കോയിൻസ് വെച്ച് നമ്മൾ ഫോളോസ് കിട്ടും. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണേ. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഇനി മേളിൽ കണ്ടോണേ കോയിൻ വെറും 0 ആണ്. കാരണം മേളിൽ 0 ആണ് കോയിൻ, കണ്ടോ 0 ആണ് കോയിൻ. ഇനി കോയിൻ കൂടുന്ന കണ്ടോണേ നിങ്ങൾ. ഇപ്പോൾ 0 കോയിൻസ് ആണ് നമുക്ക് നിലവിലുള്ളത്. ഓക്കെ, കോയിൻ കൂടുന്ന നമുക്ക് കാണാം. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് അവിടെ കോയിൻസ് എത്ര ആയി, 4 നാണയമായി, കണ്ടോ. അപ്പം ഇങ്ങനെ പയ്യെ കോയിനുകൾ അവിടെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അത്യാവശ്യം കോയിൻസ് ആയതിന് ശേഷം എന്ത് ചെയ്യണം, ഇവിടെ പോസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോയിൻ കളക്ട് ആവുന്നത് സ്റ്റോപ്പ് ആവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ 8 കോയിനായി. അപ്പോൾ ഇങ്ങനെ കോയിൻ കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോയിൻ കളക്ട് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാനിവിടെ കോയിൻ കളക്ട് ആക്കുന്നത് പോസ് ചെയ്യുകയാണ്. ഇവിടെ പോസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കോയിൻ കളക്ട് ആവുന്നത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ കോയിൻ കളക്ട് ചെയ്യുക, ഇഷ്ടം പോലെ കോയിൻ കളക്ട് ചെയ്യുക, എന്നാലും നമുക്ക് ഇഷ്ടം പോലെ ഫോളോസ് കൂട്ടാൻ പറ്റൂ. ഇനി നമ്മൾ കോയിൻ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേക്ക് അക്കൗണ്ട് അങ്ങനെ ബ്ലോക്ക് ആയി പോയാൽ നമ്മൾ അടുത്ത ഫേക്ക് അക്കൗണ്ട് ഇതിലേക്ക് ലോഗിൻ ആക്കണമല്ലോ. അതിനായിട്ട് നമുക്കിവിടെ ഈ ഒരു ഐക്കൺ കണ്ടോ, ഈ ഒരു ഐക്കണകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫേക്ക് ID നമുക്കിതിൽ ആഡ് ചെയ്തുകൊണ്ട് കോയിൻ കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ കളക്ട് ചെയ്ത കോയിൻ വെച്ച് എങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാന്നുള്ളത് പരിചയപ്പെടാം. അപ്പം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ കാണാൻ സാധിക്കും ഫോളോവേഴ്സ് എന്ന് കാണാൻ സാധിക്കും
താഴെയായിട്ട് ഫോളോവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം യൂസർ നെയിം എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫോളോസ് കൂട്ടേണ്ട അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോസ് കിട്ടൂ. അപ്പോൾ ഇവിടെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് ഫോളോസ് കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന ഓക്കെ എന്നുള്ള ആ ഒരു ബട്ടനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിം ആഡായി. ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും 50 ഫോളോവറിന് എത്ര കോയിൻ വേണം. 50 ഫോളോവറിന് 400 കോയിൻ, 100 ഫോളോവേഴ്സിന് 800 കോയിൻ. അതേപോലെ തന്നെ ലൈക്സിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ ലൈക്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക മച്ചന്മാരെ. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോകളെല്ലാം വരും. ഞാനിപ്പോൾ എൻ്റെ സെക്കൻഡ് ഫോട്ടോ ഒന്ന് ഞാൻ ഓപ്പൺ ആക്കിയാണ്. ഈ ഫോട്ടോയ്ക്ക് ഉണ്ടോ 50 ലൈക്കിന് 100 കോയിൻ, 100 ലൈക്കിന് 200 കോയിൻ, അങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്കിനി ഫ്രീ കോയിൻ എങ്ങനെ കിട്ടുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് വേണ്ടി നിങ്ങളിവിടെ പ്രൊഫൈൽ എന്നുള്ള ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം റഫറൽ കോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഈ റഫറൽ കോഡ് എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് റഫറൽ കോഡ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഞാൻ തരുന്ന റഫറൽ കോഡ് കൊണ്ട് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് 200 കോയിൻസ് ലഭിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന പേജ് ഉണ്ടല്ലോ, ആ പേജിനകത്ത് ഇവിടെ റഫറൽ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ കോഡ്. അവിടെ നിന്ന് അമർത്തി പിടിക്കണം കേട്ടോ മച്ചന്മാരെ. അവിടെ നിന്ന് അമർത്തി പിടിക്കുക. ശേഷം കോപ്പി ചെയ്യുക ആ കോഡ്. അവിടെ നിന്ന് ആ CP തൊട്ട് കോപ്പി ചെയ്യുക കോഡ്. കണ്ട് ഇത്രയും ഭാഗം കോപ്പി ചെയ്യുക. എന്നിട്ട് തിരിച്ച് നമ്മുടെ ആപ്പിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ കോഡ് ഈ താഴെ കൊണ്ട് എൻ്റർ ചെയ്യുക. കണ്ടോ, ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, താഴെ കാണുന്ന സെൻഡ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 200 നാണയം ലഭിക്കും. ശ്രദ്ധിക്കുക, ഈ കോഡ് എപ്പോഴാണ് എൻ്റർ ചെയ്യേണ്ടത്, നമ്മൾ ഈ ടാസ്ക് എന്നുള്ളിടത്തു നിന്ന് കുറച്ച് കോയിനൊക്കെ കളക്ട് ആക്കിയതിന് ശേഷമേ എൻ്റർ ചെയ്യാവുള്ളൂ. എന്നാലേ നാണയം കിട്ടുമല്ല. ഫസ്റ്റ് ടൈമേ കൊണ്ട് എൻ്റർ ചെയ്താൽ കിട്ടില്ല. കുറച്ച് നാണയം എൻ്റർ ചെയ്യുക. നിങ്ങളൊരു 400 നാണയങ്ങൾ എൻ്റർ ചെയ്യുക. കാരണം 50 ഫോളോവർ ആണല്ലോ. അല്ലെങ്കിൽ 100 നാണയമെങ്കിലും എൻ്റർ ചെയ്യുക. 50 ലൈക്സ് കിട്ടണമെങ്കിൽ 100 നാണയം വേണമല്ലോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ മേളിൽ ഒരു സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്, കാണാൻ സാധിക്കും. മേളിലൊരു സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ആണ് സാധിക്കും, ഓർഡർ ചെയ്ത ഹിസ്റ്ററി. പിന്നെ ഇതിൽ നിന്ന് ഒരിക്കലും ഫോളോവേഴ്സ് ബൈ ചെയ്യരുത് കേട്ടോ മച്ചന്മാരെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായ റേറ്റ് ആണ്. പിന്നെ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനായിട്ട് താഴെ ഇത് കണ്ടോ, 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ മച്ചന്മാരെ ഇനിയിപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് ആപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി കരുതുന്നു. അപ്പോൾ ഇതിൽ നല്ല മികച്ച വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ വരാം. അപ്പം ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം എടുത്ത് എനിക്ക് പ്രൂഫ് കാണിക്കണമെന്നുണ്ട്. പക്ഷെ പ്രൂഫ് കാണിക്കാൻ പറ്റത്തില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എൻ്റെ ചാനലിൽ വരും. ഇൻസ്റ്റഗ്രാം ഈ വീഡിയോയിൽ എങ്ങാനും ഒന്ന് കാണിച്ചു പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നാണയം എല്ലാം കളക്ട് ആക്കി 400 നാണയം കളക്ട് ആക്കിയിട്ട് 50 ഫോളോവേഴ്സൊക്കെ ഓർഡർ ചെയ്ത് കയറുന്നവരെ കാണിച്ചേനെ ഞാൻ. ഓക്കെ, അപ്പം എൻ്റെ പണ്ടത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ പണ്ടൊക്കെ അങ്ങനെ കാണിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഫസ്റ്റ് ചാനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നുകൊണ്ട് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ കാണിക്കാറില്ല. അതുകൊണ്ടാണ്. അപ്പം നല്ലൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ബൈ മച്ചാമാരെ, ബൈ. ഓക്കെ.